റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പരിശീലനം പൂർത്തിയാകാത്തവർ പോലും സ്പെഷ്യൽ ഡ്യൂട്ടിക്കായി കമ്മീഷണറേറ്റിൽ തിരിച്ചെത്തുന്നതിൽ എക്സൈസിൽ അതൃപ്തി പുകയുകയാണ്. റേഞ്ചുകളിലെ ജോലിഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉദ്യോഗസ്ഥർ ഓഫീസ് ഡ്യൂട്ടിക്ക് മടങ്ങിയെത്തിയത് എന്നാണ് ആക്ഷേപം. കാലങ്ങളായി ഓഫീസ് ഡ്യൂട്ടി ചെയ്തിരുന്നവരെയാണ് അതത് യൂണിറ്റുകളിലേക്ക് തിരിച്ചയച്ചത്. എന്നാൽ അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ ഇടപെടലോടെ ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയെന്നാണ് ആരോപണം. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇപ്പോൾ തിരിച്ച് ഓഫീസിലേക്ക് എത്തണമെങ്കിലും ഫീൽഡിലേക്ക് പോകണമെങ്കിലും സ്വാഭാവികമായും ഇത് ഒരാളുടെ താല്പര്യം എന്ന നിലയ്ക്ക് നടപ്പിലാകുന്ന ഒന്നല്ലല്ലോ. ഉദ്യോഗസ്ഥ തീരുമാനം വേണ്ടേ? മധു, അവിടെയാണ് എക്സൈസിലെ ഈ അതൃപ്തി പ്രകടമാകുന്നത്. കാരണം എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് IPS കാരൻ പോരാ, അതായത് ADGP തസ്തികയിൽ ഉണ്ടായിരുന്ന ഒരാൾ പോലും പോരാ, മറിച്ച് IAS കാർ തന്നെ വേണം എന്നുള്ളത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസം വിധിയായിട്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയത്. പക്ഷെ പകരം ചുമതല കൺഫേർഡ് IPS കാർക്ക് നൽകി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്ന ആരോപണം. അങ്ങനെ താരതമ്യേന പരിചയം കുറഞ്ഞ എക്സൈസിന്റെ തലപ്പത്ത് ഇരുന്ന് പരിചയമില്ലാത്ത ജൂനിയർ IPS കാരെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഇപ്പോൾ ആ ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കുന്നില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എക്സൈസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം കുറെ കാലമായി ഈ ഓഫീസ് ഡ്യൂട്ടി എന്നുള്ള നിലയിൽ വളരെ സുഖകരമായിരുന്ന് എക്സൈസ് കമ്മീഷണറേറ്റിൽ ഇരുന്ന് ജോലി ചെയ്തിരുന്ന ആളുകൾ അവരെ ഈ കഴിഞ്ഞ കാലത്ത്, അതായത് അജിത് കുമാറിന്റെ കാലത്ത് അതാത് റേഞ്ചുകളിലേക്ക് തിരിച്ചയച്ചു. വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ തിരിച്ചയക്കുകയുണ്ടായി. അവർ കുറെ കാലം റേഞ്ചുകളിൽ ജോലി ചെയ്തു. പക്ഷേ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് ഈ അഡീഷണൽ എക്സൈസ് കമ്മീഷണർ താൽക്കാലിക ചുമതല വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ റേഞ്ചുകളിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ തിരിച്ചു വീണ്ടും എക്സൈസ് കമ്മീഷണറേറ്റിലേക്ക് വരുന്നത്. തിരുവനന്തപുരത്ത് എക്സൈസ് കമ്മീഷണറേറ്റ് ഓഫീസ് ഡ്യൂട്ടി ചെയ്യുകയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. ഇതിൽ പരിശീലനം പൂർത്തിയാക്കാത്ത, പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്. അതായത് റേഞ്ചുകളിൽ പരിശീലനം പൂർത്തിയാക്കിയവരെ മാത്രമേ എക്സൈസ് കമ്മീഷണറേറ്റിൽ അടക്കമുള്ള ജോലികൾക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒരു അപ്രഖ്യാപിത നിയമം. സാധാരണ അങ്ങനെയാണ് എക്സൈസിൽ ചെയ്യാറുള്ളതും. പക്ഷെ ആ പരിശീലനം പോലും വേണ്ടെന്ന് വെച്ച് ഓഫീസ് ഡ്യൂട്ടിക്ക് ഇവരെ നിയമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നു വരുന്നത്. ഇത് പരിചയക്കുറവ് കൊണ്ടാവാം എന്നുള്ള ഒരു അഭിപ്രായം വരുന്നു. അതായത് സർക്കാർ ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധി നടപ്പിലാക്കാത്തത് മൂലം ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പുകയുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന. കഴിഞ്ഞ ദിവസം ഗോപാൽ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു, പരാതി അടക്കം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനിയിപ്പോൾ പുതിയ സർക്കാർ വന്ന് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്തേക്ക് ഒരു IAS കാരനെ നിയമിച്ചെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഈ പറയുന്ന നടപടികളിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇപ്പോൾ അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്കാണ് ചുമതല. ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള തീരുമാനങ്ങൾ അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്ക് എടുക്കാനും കഴിയില്ല. എന്തായാലും ഈ പരിശീലനം പൂർത്തിയാക്കാത്തവരെ എക്സൈസ് കമ്മീഷണറേറ്റിലേക്ക് നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സേനയ്ക്കുള്ളിൽ നടക്കുകയാണ്. അത് പരാതിയുടെ രൂപത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു. സർക്കാർ കേന്ദ്ര എക്സൈസിൽ ഈ അതൃപ്തി, ഡ്യൂട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട അതൃപ്തി വലിയ തോതിൽ പ്രകടമാകുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്.